എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കോൾഡ് കോഫിയാണ്. ഇത് ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. വളരെ ചിലവ് കുറഞ്ഞൊരു കോൾഡ് കോഫിയും ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടുള്ള കോൾഡ് കോഫിയും. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ടൈപ്പ് കോൾഡ് കോഫി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടുള്ള കോൾഡ് കോഫി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്രൂവിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാകും. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി തിക്കായിട്ടിരിക്കണ്ട, കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് പാലാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് പാലാണ്. 250 ml കപ്പിന് 1 കപ്പ്. പാലെടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കുക. ഫുൾ ഫാറ്റ് മിൽക്ക്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. എന്നിട്ട് ആറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തു. ഇപ്പോൾ ഇതിന് നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊരു വലിയ മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സി ബൗളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചില്ലേ കോഫി പൗഡർ മിക്സ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഇതിലേക്ക് ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. വനില ഫ്ലേവറാണ് വേണ്ടത്. ഇപ്പം എന്താ നമ്മൾ 3 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റിൻ്റെ സിറപ്പാണ്. ഞാനിവിടെ ഹെർഷീസിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ചോക്ലേറ്റ് സിറപ്പും അതേപോലെ തന്നെ കോഫി പൗഡറും എല്ലാം ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇപ്പോൾ അതാ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കോഫി ഒരു ലെയറായിട്ട് കിട്ടും. അതേപോലെ തന്നെ പതേ ഒരു ലെയറായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. ഇപ്പോൾ അതാ 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതാ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ കുറച്ച് സിറപ്പ് ഇതിൻ്റെ അകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യും. ചെറുതായിട്ടൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോഫി ഒഴിച്ചു കൊടുക്കാം. കണ്ടപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പത ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ കോൾഡ് കോഫി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കുറച്ച് കോഫി പൗഡർ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ്. നമുക്ക് അടുത്ത കോൾഡ് കോഫി ഉണ്ടാക്കാം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പം നമ്മുടെ കോൾഡ് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 3-4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതാദ്യം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം അതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ തൊട്ട് 3 ടീസ്പൂൺ വരെ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കോഫി പൗഡർ എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കണം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാൽ. ഇനി ഇത് നമുക്ക് ഹൈ സ്പീഡിൽ 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കാം. ഇതാ 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റോളം ഫ്രീസറിൽ തന്നെ വയ്ക്കാം. ഇതാ നമ്മുടെ രണ്ടാമത്തെ കോൾഡ് കോഫി 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം.
ഡെക്കറേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കോഫി ഒഴിച്ച് കൊടുക്കാം. ഇതാ നിറയെ പത വന്നിട്ടുണ്ട്. ഇതൊരു സ്പൂൺ യൂസ് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഐസ്ക്രീം ചേർത്ത കോൾഡ് കോഫീനേക്കാളും കൂടുതൽ നന്നായിട്ട് പത ഇതിൽ വന്നിട്ടുണ്ട്. കണ്ടോ? ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ചോക്ലേറ്റ് സിറപ്പോ അതോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ എന്തായാലും മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ കോൾഡ് കോഫി എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാം. ഒട്ടും ചിലവില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഐസ്ക്രീമും ചോക്ലേറ്റ് സിറപ്പൊന്നും വേണമെന്നില്ല. എല്ലാവരും വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ കൊണ്ടും നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാം. അപ്പോൾ അതാ നമ്മുടെ 2 തരത്തിലുള്ള കോൾഡ് കോഫിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോൾഡ് കോഫി, ഒന്ന് നമുക്ക് സാധാരണ എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള കോൾഡ് കോഫി. അപ്പോൾ എല്ലാവരും ഈ ചൂടുകാലത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.